പറഞ്ഞു തന്നത് അസ്സലാമു അലൈക്കും പറയുന്നതിനെ കുറിച്ച് അല്ലയാ. അസ്സലാമു അലൈക്കും പറയുമ്പോഴേ ചില ആൾക്കാർ വാവ് എന്ന് പറയുന്ന അക്ഷരം വിട്ടു. എന്ത് വിട്ടുപോകും? അതായത് വാവും കൂടെ പറഞ്ഞെങ്കിലേ പരിപൂർണമായ സലാമാവത്തുള്ളൂ. ചെല്ലേണ്ടത് നമ്മൾ അങ്ങോട്ട് കടന്ന് ചെല്ലുന്നവരില്ല. വരുന്നവർ പറഞ്ഞില്ലെങ്കിലേ പറഞ്ഞാൽ മതി. അവരെന്ത് ചെയ്തു? അവർ മറന്നുപോയി സലാം പറയാമെങ്കിൽ നമുക്കൊരാൾക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് സലാം പറയാം. അപ്പം നമ്മൾ സലാം പറയുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അല്ലേ. അസ്സലാമു അലൈക്കും നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഹംസാണ്, പിന്നെ ഇതിനകത്തൊരു ഐനുണ്ട്. ഇവിടോ വറഹ്മത്തുള്ള എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ ഈ ഹാ എവിടെ നിന്ന് വരുന്നത് നോക്കണം. തൊണ്ടയുടെ നടുക്കുന്ന്, തൊണ്ടയുടെ നടുക്കുന്ന് ഈ ഐന് വരുന്ന സ്ഥലത്തു നിന്നാണ് ഹാ വരുന്നത് അല്ലേ. ഐന് വരുന്ന സ്ഥലത്തു നിന്നാണ്. നമ്മളൊരു കാര്യം പറഞ്ഞില്ലോ, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം. സൗണ്ട് സിസ്റ്റവും ശരിയാക്കണം എന്ന് പറയുമ്പോൾ എന്ത് വേണം? ഹാ പറയുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഐനും തൊണ്ടയുടെ നടക്കുന്നതാണ്, ഹാവും തൊണ്ടയുടെ നടക്കുന്ന. അതുകൊണ്ട് സൗണ്ട് സിസ്റ്റം എന്താണെന്നറിയോ? ഐന് വരുമ്പോൾ കാറ്റ് വരത്തില്ല. ഹാ വരുമ്പോൾ എന്ത് വരും? കാറ്റ് വരും. ഹാ വരുമ്പോൾ കാറ്റ് വരും. ഐന് വരുമ്പോൾ എന്ത് വരത്തില്ല? അപ്പൊ സൗണ്ട് സിസ്റ്റം മനസ്സിലായോ? അങ്ങനെ ഐനിന്റെ ചെറിയ തലയെടുത്ത് ഹംസിന്റെ അൽഫിന് വേണ്ടി വെച്ചാ ഹംസാവും. ഹംസ് കസേരപ്പുറത്തിരിക്കുന്ന പറഞ്ഞില്ലേ നമ്മള്? അപ്പൊ വറഹ്മത്തുള്ളാഹി എങ്ങനെയാണ്? വബറകാതുഹു വബറകാതുഹു. അപ്പൊ സലാം പറയുന്നതിന് പൂർണ്ണ രൂപം ഇങ്ങനെയാ. ഇങ്ങനെ പറഞ്ഞാലും മതി. അസ്സലാമു അലൈക്കും എന്ന് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയോ? ഒരാൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മളെ കണ്ടപ്പോൾ പറഞ്ഞു, നമ്മൾ എന്ത് പറഞ്ഞു? വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറഞ്ഞു. എന്ത് പറഞ്ഞു? അങ്ങനെ പറയാൻ മതിയാവോ? വഅലൈക്കും അസ്സലാം എന്ന് മാത്രം മടക്കരുത്. ഒരാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു? വഅലൈക്കും അസ്സലാം എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവോ? ഇല്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കണ്ടാ? പൂർണ്ണമായിട്ട് സലാം പറയണം. എങ്ങനെ പറയണം? പൂർണ്ണമായിട്ട്. അപ്പൊ വാവിനെ മറക്കരുത്. വാവിനെ മറക്കരുത്. വാവിന്റെ മഖറജ് എവിടാ? വാവ് പുറപ്പെടുന്ന എവിടുന്നാന്ന് പറയും? രണ്ട് ചുണ്ട് നടു ഒഴിവായിക്കിട്ടും എന്ന് പറഞ്ഞ വാ വാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, നല്ലോണം സലാം പറയാൻ പഠിച്ചില്ല? ഇനി മുതൽ നല്ല രസകരമായിട്ട് പറയാം. ഞാൻ പറയാൻ പോവാണ്. അസ്സലാമു അലൈക്കും നിങ്ങൾ അങ്ങനെ പറയും അറിയാം. ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞാൽ മതി? ഞാൻ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? അസ്സലാമു അലൈക്കും. അപ്പൊ നിങ്ങൾ ഇച്ചിരി കൂടെ അധികം പറഞ്ഞു. എന്ത് പറയണം? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇനി ഞാൻ വന്നിട്ട് പറയണേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ വന്നപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ? വഅലൈക്കും അസ്സലാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ശരിയാവുമോ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.